ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ ഗൂഗിളിൽ ഇ-ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് e-district.kerala.government.in എന്ന സൈറ്റിൽ പ്രവേശിക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ നൗ കൊടുത്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ നൗ കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ ഹൗസ് നെയിം, അഡ്രസ്സ് കൊടുക്കുക, പ്ലേസ് ലൊക്കാലിറ്റി എല്ലാം കൊടുത്ത് മൊബൈൽ നമ്പറും ആധാർ നമ്പറും കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളൊരു ഇമെയിൽ ഐ ഡി ലോഗിൻ നെയിമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡും കൊടുത്ത് കൺഫേം പാസ്വേഡും കൊടുക്കുക. ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റായിട്ടൊരു പാസ്വേഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മൾ വാലിഡേറ്റ് കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ വീണ്ടും ലോഗിനിൽ പോയി ക്രിയേറ്റ് ചെയ്ത ലോഗിൻ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇ-ഡിസ്ട്രിക്റ്റ് സൈറ്റിൽ പ്രവേശിച്ച ശേഷം ആപ്ലിക്കൻറ്റിനെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ വൺ ടൈം രജിസ്ട്രേഷനിൽ പോയി ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എടുത്ത് ആപ്ലിക്കൻറ്റിൻ്റെ നെയിമും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ഫോട്ടോഗ്രാഫി ഇവിടെ നിർബന്ധമില്ല. ദെൻ താഴെ നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ലൊക്കാലിറ്റി എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ അവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും. റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്നതൊക്കെ മാൻഡേറ്ററി ആണ്. ബ്ലൂ സ്റ്റാർ നമുക്ക് നിർബന്ധമില്ല. എന്നാലും താഴെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫാദർ നെയിമും മദർ നെയിമും ഗാർഡിയനും ജസ്റ്റ് കൊടുത്തേക്കാം. ദെൻ നമ്മൾ മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുക. ബാക്കിയുള്ള ഫീൽഡൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് അബോവ് ഡീറ്റെയിൽസ് ടു മൈ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് ആക്കി എടുക്കാവുന്നതാണ്. അതിന് ഇല്ല നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് സർവീസിൽ പോയിട്ട് ഫാമിലി മെമ്പർഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫാമിലി മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനന്തരാവകാശികളെല്ലാം വില്ലേജ് ഓഫീസിൽ പോയി 2 അയൽവാസികളുടെ ID പ്രൂഫുമായിട്ട് വില്ലേജ് ഓഫീസറുടെ മുമ്പാകെ സൈൻ ചെയ്ത് വില്ലേജ് ഓഫീസർ തരുന്ന ആ ഡോക്യുമെൻറ്റ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്. ദെൻ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാണ്. ഈ ഡിസ്ട്രിക്റ്റ് രജിസ്ട്രേഷൻ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കൻസ് വരും. അതിനകത്ത് നമ്മൾ ഏത് ആപ്ലിക്കൻറ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സർട്ടിഫിക്കറ്റ് പർപ്പസ്, സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക. ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ദെൻ ആരുടെ റിലേഷൻഷിപ്പാണോ പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. താഴെ നെയിം ഓഫ് ദ പേഴ്സൺ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അനന്തരാവകാശികൾ ആരൊക്കെയാണോ അവരുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 3 മക്കളാണെന്നുണ്ടെങ്കിൽ ആ 3 മക്കളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. റിലേഷൻഷിപ്പ് എന്താണെന്ന് കൊടുക്കുക, ഏജ് കൊടുക്കുക. ഒക്യുപ്പേഷൻ മാൻഡേറ്ററി അല്ല. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ സേവ്ഡ് ആയി എന്ന് കാണിക്കും.
ദെൻ അടുത്ത സെക്ഷൻ നമുക്ക് ഫയൽസ് അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നില്ല, നമുക്കിത് ലാസ്റ്റ് ആയാലും അപ്ലോഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. 15 റുപ്പീസാണ് നമ്മൾ ചാർജായിട്ട് പേ ചെയ്യേണ്ടത്. QR കോഡോ UPI യൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസിപ്റ്റ് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. ആപ്ലിക്കേഷനും പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ദെൻ നമ്മൾ വീണ്ടും വൺ ടൈം രജിസ്ട്രേഷനിൽ പോയിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. അവിടെ നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ആരൊക്കെയാണോ അനന്തരാവകാശികൾ അവരുടെ എല്ലാവരുടെയും ID പ്രൂഫും ഡെത്ത് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ വില്ലേജിൽ പോയിട്ടൊരു രേഖ അവിടെ നിന്ന് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് തരുന്നുണ്ടല്ലോ അതും, ഒപ്പം തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ റേഷൻ കാർഡും, പിന്നെ നമുക്ക് ഈ സൈറ്റിൽ തന്നെ വൺ ടൈം രജിസ്ട്രേഷനിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ പോകുമ്പോൾ അവിടെ ഒരു അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഡൗൺലോഡ് ചെയ്ത അഫിഡവിറ്റിൽ ആപ്ലിക്കൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അതുകൂടി അപ്ലോഡ് ചെയ്ത് കയറ്റേണ്ടതാണ്. ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം, ഡോക്യുമെൻ്റ് ചൂസ് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് 1 by 1 അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ ആധാർ കാർഡ് കൊടുക്കുന്നു. ആധാർ കാർഡ് ചൂസ് ചെയ്യുന്നു, അപ്ലോഡിൽ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഡോക്യുമെൻറ്റും 100 KB വെച്ചിട്ടാണ് പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5 pages ഉള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഓരോ പേജ് 100 KB വെച്ചിട്ട് 500 KB ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അഫിഡവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം താഴെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് താഴോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പുതിയത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോമിൽ വന്നതിന് ശേഷം ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് സർവീസസിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് എന്ന്. അപ്രൂവ് ആവുമ്പോൾ നമുക്ക് അപ്രൂവ്ഡ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ഈ ഡിസ്ട്രിക്റ്റ് വഴി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.